മനസ്സിലാവുള്ളൂ, പ്രോട്ടീൻ ഡിസ്കസ് ചെയ്യുള്ളൂ മനസ്സിലാവുള്ളൂ ഞാൻ പറഞ്ഞു. അപ്പൊ ആദ്യം എന്താണ് അമിനോ ആസിഡ്? ദി ആർ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ. ഒരു പ്രോട്ടീന്റെ ബേസിക് യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ദി ആർ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് അമിനോ ഗ്രൂപ്പ്, അസിഡിക് ഗ്രൂപ്പ് ആസ് സബ്സ്റ്റിറ്റ്യൂന്റ് ഓൺ ദ സെയിം കാർബൺ. ആ കാർബണിനെ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. ഹെൻസ് ദേ ആർ കാൾഡ് ആൽഫ അമിനോ ആസിഡ്. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം, ക്ലിയർ ആക്കി തരാം. ഏതൊരു അമിനോ ആസിഡും ലോകത്ത് ഏകദേശം 20 ടൈപ്പ് അമിനോ ആസിഡുകൾ ഉണ്ട്. ലോകത്തല്ല, പ്രോട്ടീനകത്ത് ഏകദേശം 20 ഡിഫറെന്റ് കൈൻഡ് അമിനോ ആസിഡ് ഉണ്ട്. അപ്പൊ പ്രോട്ടീൻ എന്ന് പറഞ്ഞാല് ഒരേ ടൈപ്പ് അമിനോ ആസിഡുകൾ കൊണ്ടല്ല ഉണ്ടാക്കിയത്. അതായത് നമ്മുടെ കയ്യിൽ ഒരു മുത്തുമാലയുണ്ട്. ആ മുത്തുമാല എല്ലാം ഉണ്ടാക്കിയത് വെള്ള മുത്തുകൾ കൊണ്ടാണെങ്കിൽ നമുക്ക് പറയാം ആ മുത്തുമാല ഉണ്ടാക്കിയത് എല്ലാം വെള്ളമുത്താണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോ പോളിമർ എന്ന് പറയും. പോളിമർ എന്ന് പറഞ്ഞാൽ ഇതൊരു പോളിമർ ആണ്. അതിനകത്തുള്ള ഓരോ യൂണിറ്റിനെയും വിളിക്കുന്ന പേരാണ് മോണോമർ. കുറെ സാധനങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയ വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് പോളിമർ എന്ന് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷം കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? അതിൽ ഓരോ യൂണിറ്റിന്റെയും പേര് മോണോമർ എന്ന പേര്. അപ്പൊ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു പോളിമർ ആണ്. ഉണ്ടാക്കിയിരിക്കുന്നത് ധാരാളം യൂണിറ്റുകൾ ചേർന്നിട്ടാണ്. ആ യൂണിറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മോണോമർ. അപ്പൊ പ്രോട്ടീന്റെ മോണോമറിനെ വിളിക്കുന്ന പേരെന്താണ്? അമിനോ ആസിഡുകൾ. സോ പ്രോട്ടീൻ ഈസ് എ പോളിമർ. അതായത് ധാരാളം സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വസ്തുവിനെ നമുക്ക് എന്ത് വിളിക്കാം? പോളിമർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിളിക്കാം. അതായത് ഒരു മുത്തുമാല ഈസ് എ പോളിമർ. അതിനകത്തുള്ള മുത്തിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മോണോമർ എന്ന് പറയുന്നത്. എന്ത് വിളിക്കുന്നത്? മോണോമർ എന്ന് പറയുന്നത്. അപ്പൊ 2 ടൈപ്പ് മുത്തുമാലയുണ്ട്. ഒരേ ടൈപ്പ് മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ മുത്തുമാല, അതിന് വിളിക്കുന്ന പേരാ ഹോമോ പോളിമർ എന്ന് പറയും. വ്യത്യസ്ത ടൈപ്പ് കളറുള്ള മുത്തുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹെറ്ററോ പോളിമർ. തൽക്കാലം ഈ ചിത്രം നോക്ക്. ഇത് നോക്കി, എല്ലാം ഒരേ കളർ കൊണ്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിനെ വിളിക്കാം ഹോമോ പോളിമർ എന്ന് വിളിക്കാം. പക്ഷെ ആക്ച്വലി പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം എന്തല്ല? ഒരു ഹോമോ പോളിമർ അല്ല. അതെന്ത് പോളിമർ ആണ്? ഹെറ്ററോ പോളിമർ ആണ്. എന്തുകൊണ്ടാണ്? അതുണ്ടാക്കിയത് വ്യത്യസ്ത അമിനോ ആസിഡുകൾ ചേർന്നാണ്. ഏകദേശം എത്ര ടൈപ്പ് അമിനോ ആസിഡ് ഞാൻ പറഞ്ഞു? 20. അപ്പൊ 20 തരത്തിലോളം വ്യത്യസ്ത തരത്തിലുള്ള അമിനോ ആസിഡുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ പ്രോട്ടീനെ കുറിച്ചല്ല ഡിസ്കസ് ചെയ്യുന്നത്. എന്തിനെ കുറിച്ചാണ്? അമിനോ ആസിഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ പോയിന്റ് എന്താണ്? ദേ ആർ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്കുകളാണ് എന്തെന്ന് പറയുന്നത്? അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഈ ഏതൊരു പ്രോട്ടീനും ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡുകളാണ്. പ്രോട്ടീനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഹെറ്ററോ പോളിമർ. എന്തുകൊണ്ട് ഹെറ്ററോ പോളിമർ എന്ന് വിളിക്കാൻ കാരണം? ബിക്കോസ് ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ്. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് എന്ത്? ഹെറ്ററോ പോളിമർ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊരു അമിനോ ആസിഡ്, ഇത് വേറെ ടൈപ്പ് അമിനോ ആസിഡ്, ഇത് വേറെ ടൈപ്പ് അമിനോ ആസിഡ്, വേറെ ടൈപ്പ്. ഇതിന്റെ ഇടയത്ത് ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയും. എന്ത് ബോണ്ട്? പെപ്റ്റൈഡ് ബോണ്ട്. അതായത് ഇത് ഈ ചിത്രത്തിന്റെ പേരെന്താ? ചിത്രത്തിന്റെ പേര് പ്രോട്ടീൻ ആണ്. അപ്പൊ പ്രോട്ടീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ് ഇൻ എ പ്രോട്ടീൻ മോളിക്യൂൾ. അഡ്ജസന്റ് അമിനോ ആസിഡ്സ് ആർ, അടുത്തടുത്തുള്ള അമിനോ ആസിഡിനെ കണക്ട് ചെയ്യുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത് ബോണ്ട്? പെപ്റ്റൈഡ് ബോണ്ട്. ഇനി ഒരു അമിനോ ആസിഡ്, ഇതിൽ ഒരു മുത്തിന്റെ ചിത്രം നമ്മൾ വരയ്ക്കാൻ പോവാം. ഏതൊരു അമിനോ ആസിഡ് എടുത്താലും സെന്ററിൽ ഒരു കാർബൺ ആറ്റം ഉണ്ടായിരിക്കും. ഈ കാർബണിന്റെ വാലൻസി, സംയോജകത എന്ന് പഠിച്ചിട്ടുണ്ടാവും. എത്രയാണ്? 4. അതായത് കാർബണിന് ചുറ്റും എപ്പോഴും 4 പേരുണ്ടായിരിക്കും ഇല്ലേ? ഒരറ്റത്ത് ആരായിരിക്കും? COOH ആയിരിക്കും. COOH. ഈ COOHന് വിളിക്കുന്ന പേരാണ് കാർബോക്സിൽ ഗ്രൂപ്പ്. എന്ത് ഗ്രൂപ്പ്? കാർബോക്സിൽ ഗ്രൂപ്പ്. ഇത് കെമിസ്ട്രിയിൽ നമുക്ക് ഇതിനെ എങ്ങനെയും വിളിക്കാം? അസിഡിക് ഗ്രൂപ്പാണ്. എന്ത് ഗ്രൂപ്പാ? അസിഡിക്. അപ്പൊ COOH എന്തിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്തു? കാർബണിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്തു. ഇവിടെ ആര് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ അറിയോ? NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നുണ്ടാവും. ഈ NH2 ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സുഹൃത്തുക്കളെ, അതിനെ വിളിക്കുന്ന പേരാണ് അമിനോ ഗ്രൂപ്പ്. വേറെ പേരാണ്, നമുക്ക് ഇതിനെ എന്ത് ഗ്രൂപ്പ് എന്ന് വിളിക്കാം? ബേസിക് ഗ്രൂപ്പ് എന്ന് വിളിക്കാം. എന്നിട്ട് കാർബണിന്റെ ഒരു വാലൻസിയിൽ ആരുണ്ടാവും? ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കും. അപ്പൊ ആരൊക്കെയുണ്ട്? ഒരറ്റത്ത് കാർബോക്സിൽ ഗ്രൂപ്പ്, വേറെ പേര് അസിഡിക് ഗ്രൂപ്പ്, ഒരറ്റത്ത് അമിനോ ഗ്രൂപ്പ്, വേറെ പേര് ബേസിക് ഗ്രൂപ്പ്, ഒരറ്റത്ത് ഹൈഡ്രജൻ ആറ്റം. ഏത് അമിനോ ആസിഡ്, 20 ടൈപ്പ് അമിനോ ആസിഡ് ഉണ്ട്. ഏത് ടൈപ്പ് അമിനോ ആസിഡ് എടുത്ത് നോക്കിയാലും സുഹൃത്തുക്കളെ ഇതേ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരറ്റത്ത് ആരായിരിക്കും സുഹൃത്തുക്കളെ? 4 വാലൻസ് ഇല്ലേ? ഒരറ്റത്ത് R എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാണാം. ഈ R എന്ന് പറയുന്ന ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സുഹൃത്തുക്കളെ, അതിനെ വിളിക്കുന്ന പേരാണ് വാരിയബിൾ ഗ്രൂപ്പ്.
അപ്പൊ എത്ര ടൈപ്പ് അമിനാസിഡ് ഉണ്ട്? 20 ടൈപ്പ് അമിനാസിഡ് ഉണ്ട്. ആ 20 ടൈപ്പ് അമിനാസിലും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സ്ട്രക്ചർ എല്ലാത്തിലും ഒരേപോലെ ആയിരിക്കും. ഇവിടെ മാത്രം വ്യത്യാസം ഉണ്ടാവുക ഈ വാരിയബിൾ ഗ്രൂപ്പിൽ മാത്രമാണ് എന്തുണ്ടാവുക? വ്യത്യാസം ഉണ്ടാവുക. അപ്പൊ വാരിയബിൾ ഗ്രൂപ്പിൽ മാത്രമാണ് ഇവരിൽ എന്തുണ്ടാവുക? വ്യത്യാസം ഉണ്ടാവുക. അപ്പൊ ഈ വാരിയബിൾ ഗ്രൂപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് സുഹൃത്തുക്കളെ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ പഠിക്കാം. അമിനാസിന്റെ ചില എക്സാമ്പിളുകൾ പഠിക്കാം. ആദ്യത്തെ ഒരു അമിനാസിന്റെ പേരാണ് ഗ്ലൈസിൻ. ഇതെന്താന്ന് കേട്ടിട്ട് ടെൻഷൻ അടിക്കണ്ട. 20 ടൈപ്പ് അമിനാസിഡില്ലേ, അതിൽ ഒരു അമിനാസിഡാണ് ഗ്ലൈസിൻ. ഇനി എത്ര എണ്ണം പഠിക്കാനുണ്ട്? 19 അമിനാസിഡ് പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് അത്ര ഒന്നും പഠിക്കാനില്ല. ഏകദേശം ഒരു 5-6 അമിനാസിന്റെ പേരുകളെ പഠിക്കാനുള്ളൂ. അപ്പൊ ആദ്യത്തെ അമിനാസിഡ് ഗ്ലൈസിൻ. എപ്പോഴും ഈ അമിനാസിന്റെ ആദ്യത്തെ 3 അക്ഷരത്തിലാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. ഇപ്പോ ഈ അമിനാസിഡ് നമുക്ക് എങ്ങനെ എഴുതാം? ഗ്ലൈ എന്ന് എഴുതാം. മറ്റൊരു അമിനാസിന്റെ പേര് ഞാൻ എഴുതുന്നുണ്ട് അലനൈൻ. എന്ത്? അലനൈൻ എന്ന് എഴുതിയിട്ടുണ്ട്. എന്ത്? അലനൈൻ. ഇതിന് ആദ്യത്തെ 3 അക്ഷരം എഴുതാ അല എന്ന് എഴുതാ അല. ഇനി മൂന്നാമത്തെ അമിനാസിന്റെ ഇവിടെ സ്ഥലമല്ല, എന്നാലും കൊളിക്കാണ് സറൈൻ. എന്ത്? സറൈൻ. ഇതിന് ആദ്യത്തെ 3 അക്ഷരം സെർ, SER. അപ്പൊ എപ്പോഴും അമിനാസിന് ആദ്യത്തെ 3 അക്ഷരത്തിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഗ്ലൈസിന് ഗ്ലീ, അലനിന്റെ അല, സെറിന്റെ സെറി. ഇതിന്റെ എല്ലാത്തിനും ആദ്യത്തെ അക്ഷരം എടുത്തോക്ക്. ഗ്ലൈസിന്, അലനിന്, സെറിൻ. ഇങ്ങനെ പഠിച്ചാൽ മതി. ഗ്യാസ് പഠിച്ചാൽ മതി. അപ്പൊ ഗ്ലൈസിന്, അലനിന്, സെറിൻ. അപ്പൊ ഗ്ലൈസിൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് അമിനാസിഡ് ആണ്. അലനിൻ മറ്റൊരു ടൈപ്പ് അമിനാസിഡ് ആണ്. സെറിൻ മറ്റൊരു ടൈപ്പ് അമിനാസിഡ്. 20 അമിനാസിഡിൽ 3 ടൈപ്പ് അമിനാസിഡ്. ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഓരോന്ന്